ഇപ്പോൾ നമുക്കൊപ്പം ഡിഫൻസ് പി ആർ ഒ മിസ്റ്റർ അതുൽ പിള്ള ചേരുന്നു. നമസ്കാരം. താങ്കൾക്ക് എന്ത് വിവരങ്ങളാണ് ഇപ്പോൾ നമ്മളുമായി പങ്കുവയ്ക്കാൻ കഴിയുന്നത്? എന്തായാലും ഇന്ത്യൻ വായുസേനയുടെ ഒരു ഹെലികോപ്റ്ററോടെ പറന്നിറങ്ങിയത് നമ്മളെ വല്ലാതെ സന്തോഷിപ്പിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. പരിക്കേറ്റ ചില 4 പേരെ അവിടെ നിന്ന് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ ഹെലികോപ്റ്ററിന് കഴിഞ്ഞിട്ടുണ്ട്. പറയൂ വിവരങ്ങൾ. ഗുഡ് ഈവനിങ് അസ്കൻ. ഗുഡ് ഈവനിങ്. ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ഒരു എഞ്ചിനീയറിംഗ് ടാസ്ക് ഫോഴ്സ് മദ്രാസ് എഞ്ചിനീയർ ഗ്രൂപ്പിന് അണ്ടറിലുള്ള അവര് ബാംഗ്ലൂരിന് മറ്റേ രാവിലെ എന്നോട് ചോദിച്ചില്ലായിരുന്നല്ലേ ബ്രിഡ്ജിനെ പറ്റി. എക്യുപ്മെന്റ്സ് വെച്ച് ബൈ റോഡ് വെച്ച് ബാംഗ്ലൂരിൽ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട്. ഒരു വൈകിട്ട് ഒരു 4:30-4 മണിയാകുമ്പോൾ അവർ മൈസൂർ ക്രോസ് ചെയ്തു. അപ്പം അവിടെ എത്തുന്ന സമയമായി. അതല്ലാതെ തന്നെ ഡൽഹിയിൽ നിന്ന് ഒരു ബ്രിഡ്ജ് എക്യുപ്മെന്റ്സുമായിട്ട് ഇന്ത്യൻ എയർഫോഴ്സിന്റെ ഫ്ലൈറ്റ് വരുന്നുണ്ട്. കാലിക്കട്ട് വന്ന് ലാൻഡ് ചെയ്യും. അതില് ഈ ബ്രിഡ്ജിങ് എക്യുപ്മെന്റ്സ് കൂടെ തന്നെ ഈ ആർമിയുടെ ഡോഗ്സ് ഉണ്ട്, ആർമി ഡോഗ്സ്. അവർ മീററ്റിൽ നിന്ന് ഡൽഹിയിൽ ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ഡൽഹിയിൽ നിന്ന് അവരും ഈ എയർക്രാഫ്റ്റിൽ വരും. ശ്രീ അതുൽ പിള്ള, ഒരു കാര്യം കൂടി, അതായത് ഇപ്പോൾ എയർലിഫ്റ്റ് ചെയ്ത പേഷ്യൻസിനെ എങ്ങോട്ടാണ് കൊണ്ടുപോയിരിക്കുന്നതെന്ന് താങ്കൾക്ക് വിവരം കിട്ടിയിട്ടുണ്ടോ? ഇല്ലില്ല, ഞാൻ അതിപ്പം വിവരം ചോദിച്ചിട്ടുണ്ട് എയർഫോഴ്സിനോട്. അത് കിട്ടുന്ന അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, താങ്ക് യു ശ്രീ അതുൽ പിള്ളൈ. ഡിഫൻസ് പി ആർ ഒ ശ്രീ അതുൽ പിള്ളയാണ് നമുക്കൊപ്പം ചേർന്നത്. പ്രിയപ്പെട്ടവരെ, ചില ആളുകളൊക്കെ തന്നെ ചില വിജയ് എന്ന് പറയുന്നൊരു പ്രേക്ഷകനും മറ്റു ചില ആൾക്കാരും യൂട്യൂബിൽ പറയുന്നു, ഈ അവസരത്തിൽ പോസ്റ്റ്മോർട്ടം എടുക്കാതെ ബോഡികൾ വിട്ട് നൽകിക്കൂടെ എന്ന് ചോദിക്കുന്നു. നിയമപരമായ ഒരുപാട് നൂലാമാലകൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ പോസ്റ്റ്മോർട്ടം നടപടികൾ ചെയ്തിട്ട് വേണം. മാത്രമല്ല, ഈ വലിയ ദുരന്തത്തിൽ പെട്ടുപോയ ആളുകൾക്ക് എന്തെങ്കിലും സാമ്പത്തിക സഹായം സർക്കാരിൽ നിന്നോ മറ്റോ ലഭിക്കുന്നുണ്ടെങ്കിൽ അത് കിട്ടാതാകാനൊക്കെ ചിലപ്പോൾ നിയമപ്രശ്നങ്ങൾ ഉയർത്താൻ ഇത്തരം കാര്യങ്ങൾ കഴിയും. അതുകൊണ്ട് പോസ്റ്റ്മോർട്ടം വളരെ വേഗത്തിലാക്കണം. പോസ്റ്റ്മോർട്ടം തീർച്ചയായിട്ടും പോസ്റ്റ്മോർട്ടം ചെയ്ത് തന്നെ ബോഡി എത്രയും പെട്ടെന്ന് ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കണം. ഇപ്പോൾ കൂടുതൽ വിശദാംശങ്ങളുമായി രാഹുൽ സുരേഷ് കൂടി നമുക്കൊപ്പം ചേരുകയാണ്. ഇപ്പോൾ രാഹുൽ എവിടെയാണ് നിൽക്കുന്നത്? രാഹുൽ, പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് അറിയുന്നത് പോലെ അവിടെ വാർത്താവിനിമയ സംവിധാനങ്ങളൊക്കെ തന്നെ വലിയ കടുത്ത വെല്ലുവിളി നേരിടുകയാണ്. സിഗ്നലുകൾ ലഭിക്കാനൊക്കെ വലിയ പ്രയാസമാണ്. അല്ലെങ്കിൽ തന്നെ വയനാടിൻ്റെ ടെറൈനിൽ നിങ്ങൾക്കറിയാം, സിഗ്നലുകളൊക്കെ പോകാൻ വലിയ ബുദ്ധിമുട്ടാണ്. പക്ഷേ നമ്മുടെ വാർത്താ സംഘം പരമാവധി സിഗ്നലുകൾ കിട്ടുന്ന സ്ഥലങ്ങളിലേക്കൊക്കെ മാറി നിന്നാണ് ഈ നിരന്തരമായിട്ടുള്ള ഈ തത്സമയ സംപ്രേഷണം പ്രേക്ഷകരിലേക്ക് എത്തിച്ചുകൊണ്ട് ഇരിക്കുന്നത്. അല്പസമയത്തിനകം രാഹുൽ സുരേഷ് സിഗ്നൽ ലഭിച്ചാലുടൻ നമുക്കൊപ്പം ചേരും ഏറ്റവും ലേറ്റസ്റ്റ് വിവരങ്ങൾ നൽകാൻ. നിങ്ങൾക്കറിയുന്നത് പോലെ ഇന്നലെ രാത്രി 1 മണിക്ക് ഈ മഹാദുരന്തം ഈ മുണ്ടക്കൈയിൽ പെയ്തിറങ്ങിയതിന് ശേഷം വല്ലാത്ത ദൃശ്യങ്ങളാണ് ഈ മേഖലയിൽ നിന്ന് നമ്മൾ കാണുന്നത്. ഒരുപക്ഷെ ഈ ഒരു പകൽ മുഴുവനും നമുക്ക് വല്ലാത്ത വേവലാതിയും ആശങ്കയും ഉത്കണ്ഠയുമാണ് വയനാട് സമ്മാനിച്ചത്. വയനാട്ടിലെ ഈ ദുരന്തം നമ്മളൊരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ളൊരു വലിയ ദുരന്തമായി മാറുകയാണ്. പോസ്റ്റ്മോർട്ടത്തിൻ്റെ വിശദാംശങ്ങളുമായി രാഹുൽ സുരേഷ് നമുക്കൊപ്പം ചേരുകയാണ്. രാഹുൽ സുരേഷ് പറഞ്ഞോളൂ. താങ്കളെ ഞാൻ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ സംസാരിക്കുന്നത് താങ്കൾ നോക്കണ്ട. താങ്കൾക്ക് സമയമാകുമ്പോൾ താങ്കൾ പറഞ്ഞോളൂ. മരണമാണ് സ്ഥിരീകരിച്ചിട്ടുള്ളത്. ഇപ്പോൾ നമ്മളുള്ള മേപ്പാടി പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ 52 പേരുടെ മൃതദേഹങ്ങൾ എത്തിച്ചിട്ടുണ്ട്. അതിൽ 41 പേരെയാണ് കേന്ദ്രത്തിലാണ് നമ്മളുള്ളത്. ഇവിടുത്തെ തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിലവിൽ 109 മരണമാണ് സ്ഥിരീകരിച്ചിട്ടുള്ളത്. ഇപ്പോൾ നമ്മളുള്ള മേപ്പാടി പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ 52 പേരുടെ മൃതദേഹങ്ങൾ എത്തിച്ചിട്ടുണ്ട്. അതിൽ 41 പേരെയാണ് തിരിച്ചറിഞ്ഞിട്ടുള്ളത്. തിരിച്ചറിഞ്ഞതിൽ 22 പുരുഷന്മാരും 12 സ്ത്രീകളുമാണ് ഉൾപ്പെടുന്നത്. അതോടൊപ്പം നിലമ്പൂരിൽ 29 മൃതദേഹങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. വിംസ് ആശുപത്രിയിൽ 3 പേരുടെ മൃതദേഹമാണ് എത്തിയിട്ടുള്ളത്. ബത്തേരി ആശുപത്രിയിൽ 1, വൈത്തിരി ആശുപത്രിയിലും 1. ഇങ്ങനെയാണ് 109 പേരുടെ മൃതദേഹങ്ങൾ കണ്ടെത്തിയിട്ടുള്ളത്. ആശങ്കയോടെയും ഏറെ വേദനയോടെയും എടുത്തു പറയേണ്ട കാര്യം SKN പല ആളുകളുടെയും ശരീരാവശിഷ്ടങ്ങളാണ് ഈ ദുരന്ത ഭൂമിയിൽ നിന്നും കണ്ടെത്തുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പല ആളുകളുടെയും കൈകാലുകളും അല്ലെങ്കിൽ മറ്റ് ശരീരാവശിഷ്ടങ്ങളുമാണ് കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നത്.
ഈ കണക്കിൽ ഈ മരണപ്പെട്ടവരുടെ കണക്കിൽ പെട്ടിട്ടില്ല എന്നതും എടുത്തു പറയേണ്ടതാണ്. അത് മാത്രമല്ല, ആളുകളെ തൻ്റെ പ്രിയപ്പെട്ട ഉറ്റവരെ തേടി നിരവധി ആളുകളാണ് ഇവിടേക്ക് ഓരോ നിമിഷവും എത്തിക്കൊണ്ടിരിക്കുന്നത്. പല ആശുപത്രിയിലെത്തി അവരെ തിരയുന്നുണ്ട്, ദുരിതാശ്വാസ ക്യാമ്പുകളിലെത്തി തിരയുന്നുണ്ട്. ഈ മരിച്ചവരുടെ കൂട്ടത്തിൽ തിരിച്ചറിയാത്ത നിരവധി മൃതദേഹങ്ങൾ ഇപ്പോഴും പല ആശുപത്രികളിലുമുണ്ട്. ആ കൂട്ടത്തിൽ തിരയുന്നുണ്ട്, പക്ഷേ അവിടെയൊന്നും കണ്ടെത്തുന്നില്ല എന്നതാണ് എടുത്തു പറയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്താണെങ്കിലും ദൗത്യം ഇപ്പോഴും അവിടെ തുടരുകയാണ്. പരിക്കേറ്റവരെയും പരിക്കേൽക്കാത്ത ഈ മൃതദേഹങ്ങൾ ഉൾപ്പെടെയുള്ള മൃതദേഹങ്ങളും ഇപ്പോഴും ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും ഒടുവിൽ പുറത്തു വന്ന കണക്കുകൾ പ്രകാരം 27 പേരുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ മേപ്പാടിയിലെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ പൂർത്തിയാക്കിയിട്ടുണ്ട്. അതിനുശേഷം മൃതദേഹം വിട്ടുകൊടുത്തിട്ടുണ്ട്. ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയ മൃതദേഹം മേപ്പാടിയിൽ തന്നെ മറ്റൊരു ഹാളിൽ പഞ്ചായത്തിൻ്റെ കീഴിലുള്ള ഒരു ഹാളിലേക്കാണ് മാറ്റിയിട്ടുള്ളത്. ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ ആളുകളെ തേടി നിരവധി ആളുകൾ ഇപ്പോഴും ഇവിടേക്ക് എത്തുന്നുണ്ട് എന്നത് പറയാതിരിക്കാൻ വയ്യ. ഇവിടെ പ്രത്യേക ഹെൽപ്പ് ഡെസ്കുകൾ ആരംഭിച്ചിട്ടുണ്ട്. ഈ ഹെൽപ്പ് ഡെസ്കിൽ കാണാത്ത ആളുകൾ, തിരയുന്ന ആളുകളെ സംബന്ധിച്ച് വിവരങ്ങൾ നൽകാമെന്നാണ് പറയുന്നത്. അങ്ങനെ നിരവധി ആൾക്കാരെ എന്താ നിങ്ങളുടെ എത്ര പേരെയാണ് കാണാനുള്ളത്? 4 പേര്. അവിടെ ഉണ്ടായിരുന്ന ആളുകളാണോ? അതെ, അവിടെ സ്കൂളിൻ്റെ മുകളിലുള്ളതാണ് വീട്. അവരുടെ 4 പേരും അവിടെ വീട്ടിലായിരുന്നു. പിന്നെ അവരെ ഒരു വിവരവും കിട്ടിയിട്ടില്ല. 4 പേരും മിസ്സിംഗ് ആണ്. ഇതുവരെ ഒരു ഇതിലും കിട്ടിയിട്ടില്ല. എല്ലാ ആശുപത്രിയിലും അന്വേഷിച്ചു എവിടെയും കിട്ടിയിട്ടില്ല. ചേട്ടൻ അവിടെ തന്നെ താമസം ഉണ്ടായിരുന്ന ആളാണ്? എൻ്റെ അനിയൻ്റെ ഭാര്യയും മോനും പെങ്ങളും അളിയനുമാണ്. ഒരു വിവരമില്ല. ചേട്ടൻ അവിടെ നിന്ന് എങ്ങനെയാണ് ഇന്നലെ രാത്രി അവിടെ ഉണ്ടായിരുന്നു? അല്ല, ഞാനിവിടെ താമസം, മേപ്പാടിയാണ് താമസം. ഇന്നലെ രാത്രി 2 മണി മുതൽ നമ്മൾ ഇതിൻ്റെ പുറകെ തന്നെ നടക്കുന്നത്. രാവിലെ മുതൽ ഇവിടെ വരുന്ന എല്ലാം നോക്കുന്നുണ്ട്. ഇതുവരേക്കൊന്നും ഇതായിട്ടില്ല. നമ്മൾ ബാക്കിയുള്ള തന്നെ ഇന്നലെ രാത്രി 2 മണി മുതൽ നമ്മൾ വരെ വിളിക്കുന്നുണ്ട്, പക്ഷെ ഒരു വിവരമില്ല. ഇന്ന് രാവിലെ പോയി നമ്മൾ കുറേ തിരഞ്ഞു നോക്കി, ഒരു വിവരമില്ല. ഇപ്പോൾ ഇത്രയും ബോഡി വന്നിട്ടും ഒരു ഇതില്ല. അപ്പോൾ നമ്മൾ ആവശ്യപ്പെടുന്നത് നിലമ്പൂരുള്ള അതിൽ നമുക്ക് ബന്ധപ്പെടാൻ കഴിയുകയാണെങ്കിൽ, അങ്ങനെയാണെങ്കിൽ വലിയ ഉപകാരമായിരിക്കും ചെയ്തു തരികയാണെങ്കിൽ. ഇവർ എടുത്തു പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ നിലമ്പൂരിൽ 28ഓളം ആളുകളുടെ മൃതദേഹങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. അതിൽ പല ആളുകളെയും തിരിച്ചറിഞ്ഞിട്ടില്ല. ഈ വയനാട് നിന്നും നിലമ്പൂരിലെത്തി ആളുകളെ തിരിച്ചറിയുന്നതിന് ഒരു ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് ആ മൃതദേഹങ്ങൾ എത്രയും വേഗം മേപ്പാടിയിലേക്ക് എത്തിക്കണമെന്നൊരു ആവശ്യം കൂടി ഇവിടുത്തെ ആളുകളുടെ ഭാഗത്തു നിന്നും ഉയർന്നു കേൾക്കുന്നുണ്ട്. അതേസമയം തന്നെ വലിയ ആശങ്കയിൽ തന്നെയാണ് ആളുകൾ. മറ്റൊരു എടുത്തു പറയേണ്ട പ്രധാനപ്പെട്ട കാര്യം, മേപ്പാടിയിൽ ദുരിതാശ്വാസ ക്യാമ്പ് തുറന്നിട്ടുണ്ട്. ഈ ദുരന്ത ഭൂമിയിലുണ്ടായിരുന്ന രക്ഷപ്പെടുത്തിയ ആളുകളെയാണ് ഇവിടേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ദുരിതാശ്വാസ ക്യാമ്പിൽ 300-ലധികം ആളുകളാണ് ഇതിനോടകം എത്തിയിട്ടുള്ളത്. അവർ പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ഇന്നലെ രാത്രി 1:30 കൂടിയായിരുന്നു വലിയ ശബ്ദത്തോടു കൂടി ഒരു ഒച്ച കേൾക്കുന്നത്. അതോടെ അവർ അവിടെ നിന്നും ഇറങ്ങി ഓടുകയായിരുന്നു. അതുകൊണ്ട് മാത്രമാണ് തങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് അറിയുന്നത് പോലെ 109 പേർ ഈ അപകടത്തിൽ മരിച്ചു എന്ന രീതിയിൽ വാർത്ത വരുന്നു. സങ്കടകരമായ, അത്യന്തം ദുഷ്കരമായ സാഹചര്യം കൂടിയാണ് ഇപ്പോൾ വയനാട്ടിലുള്ളത്. ചൂരൽമലയിലും അതേപോലെ ഇതിൻ്റെ പ്രഭവ കേന്ദ്രമായ മുണ്ടകയിലും ഉള്ള ഇപ്പോഴുള്ള സാഹചര്യവും ബുദ്ധിമുട്ടുകളും നമുക്ക് പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ്. ഈ ഉരുൾപൊട്ടലിൽ 109 പേർ മരിച്ചു. കുറച്ച് അധികം ആളുകളെ കാണാതായി. ചില പ്രേക്ഷകരൊക്കെ നമ്മോട് ആവശ്യപ്പെടുന്നുണ്ട്, കാണാതായ ആളുകളുടെ ചിത്രങ്ങൾ പ്രദർശിപ്പിച്ചാൽ അവരെ കണ്ടെത്താൻ കഴിയില്ലേ? ഈ ചിത്രങ്ങളൊക്കെ ലഭിക്കാൻ പ്രായോഗികമായി ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. നമുക്ക് ലഭിച്ച ചിത്രങ്ങളൊക്കെ നമ്മൾ പുറത്തുവിട്ടിരുന്നു. മാത്രമല്ല, അവിടെ തെരച്ചിലും വളരെ അത്ര എളുപ്പമല്ല ഉള്ള കാര്യമല്ല എന്നാണ് അവിടെ ലാൻഡ് ചെയ്യുന്ന അവിടെ ക്യാമ്പ് ചെയ്യുന്ന നമ്മുടെ ആളുകൾ പറയുന്നത്. ഇന്ത്യൻ ആർമിയുടെ ഒരു 200-ലധികം അടങ്ങുന്ന ഒരു സംഘമാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത്. രാത്രിയായി കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് മൂടൽമഞ്ഞ് കാര്യമായിട്ടുള്ള ഒരു വനപ്രദേശം എന്ന നിലയിൽ വയനാടിൽ കാഴ്ച മറയും എന്ന കാര്യത്തിൽ സംശയമില്ല. എന്നിരുന്നാലും ഈ ദൗത്യ പ്രവർത്തനം അവസാനിപ്പിക്കില്ല എന്നാണ് നമ്മൾ കരുതുന്നത്. കാര്യം ഈ ചൂരൽമലയുടെ അങ്ങേക്കരയിൽ നിൽക്കുന്ന ഈ
പാലത്തിലൂടെ കടന്നു വരാൻ ആഗ്രഹിക്കുന്ന മുഴുവൻ ആളുകളെയും ഇപ്പുറം കടത്തി അവരെ രക്ഷപ്പെടുത്താനുള്ള യത്നത്തിലാണ് NDRF-ഉം മറ്റ് ഫയർഫോഴ്സും ഒക്കെ തന്നെ. അപ്പോൾ ഈ ദൗത്യ സംഘത്തിന് അവരുടെ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കാൻ കഴിയട്ടെ എന്നാണ് പറയുന്നത്. അല്പനിമിഷങ്ങൾക്കകം നമ്മുടെ സെൻട്രൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് KR ഗോപികൃഷ്ണൻ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. രക്ഷാദൗത്യം അവിടെ പുരോഗമിക്കുന്നു. മാത്രമല്ല പക്ഷേ അതേസമയം ഒറ്റപ്പെട്ടു പോയ ചില വീടുകളിൽ നിന്ന് ഇപ്പോഴും ആളുകളെ രക്ഷപ്പെടുത്തി പുറത്തു കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല ഈ ചൂരൽമലയിൽ എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. സമാനതകളില്ലാത്ത വലിയൊരു ദുരന്തമാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. KR ഗോപികൃഷ്ണൻ, താങ്കൾക്ക് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാനുള്ള എന്ത് അപ്ഡേറ്റ്സാണ് താങ്കളുടെ കയ്യിലുള്ളത്? ഇനിയിപ്പോൾ നമ്മൾ ഉറ്റുനോക്കുന്നത് എന്ന് പറയാം, രാത്രിയും രക്ഷാദൗത്യം തുടരാനുള്ള സാഹചര്യം ഉണ്ടോ എന്നുള്ളതാണ്. മുഖ്യമന്ത്രി അറിയിച്ചത് രാത്രിയിലെ രക്ഷാദൗത്യം എന്നത് ശ്രമകരമായിരിക്കും, അതീവ ദുഷ്കരമായിരിക്കും എന്നതാണ്. ഏതായാലും സാഹസികമായ ഒരു രക്ഷാദൗത്യം ഈ മേഖലയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പ്രധാനമായി ഈ ഒറ്റപ്പെട്ടു പോയ മേഖലയിൽ നിന്ന്, അതായത് മുണ്ടക്കയിൽ നിന്ന് ആളുകളെ രണ്ട് രീതിയിലാണ് പുറത്തേക്ക് കൊണ്ടുവരുന്നത്. ഒന്നിപ്പോൾ താൽക്കാലിക പാലത്തിലൂടെ സ്ത്രീകളെയും കുട്ടികളെയും കൊണ്ടുവരുന്നു. അടിയന്തര ചികിത്സ ആവശ്യമായവർ, അതായത് പരിക്കേറ്റവരെ ഇപ്പോൾ ഹെലികോപ്റ്ററുടെ സഹായം ഉപയോഗിച്ച് എയർലിഫ്റ്റ് ചെയ്യുകയാണ് വ്യോമസേന ചെയ്തിരിക്കുന്നത്. ഈ രണ്ട് നിലയ്ക്കുമുള്ള രക്ഷാദൗത്യം ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. ഇനി മണ്ണിനടിയിൽ കുടുങ്ങിക്കിടക്കുന്നവർ, മൃതദേഹങ്ങൾ കണ്ടെടുക്കാനുള്ള കാര്യങ്ങൾ, ഇതിലൊക്കെ ഡോഗ് സ്ക്വാഡിൻ്റെ പ്രവർത്തനം, ഡോഗ് സ്ക്വാഡിനെ കൂടി ഇറക്കി നടത്തുന്ന പരിശോധനകളായിരിക്കും ഫലപ്രദമാവുക. ഡോഗ് സ്ക്വാഡിനെ നാളെ ഈ മേഖലയിലേക്ക് കൊണ്ടുവരും എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. നമുക്കറിയാം 1998 ഓഗസ്റ്റ് 18 ഉത്തരാഖണ്ഡിലെ മൽപ്പ ഗ്രാമം ഒന്നാകെ മണ്ണിടിച്ചിലിൽ ഒഴുകിപ്പോയതാണ്. രാജ്യം ഈ അടുത്ത കാലത്ത് കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ഒരു ഉരുൾപൊട്ടൽ അല്ലെങ്കിൽ മണ്ണിടിച്ചിൽ ദുരന്തം എന്ന് നമുക്ക് പറയാം. 221 പേർക്കാണ് ഉത്തരാഖണ്ഡിലുണ്ടായ 98 ആ ദുരന്തത്തിൽ ജീവൻ നഷ്ടപ്പെട്ടത്. ഒരുപക്ഷെ അത്രത്തോളം അല്ലെങ്കിലും ഏതാണ്ട് സമാനമായ രീതിയിൽ വ്യാപ്തിയും ആഴവുമുള്ള മറ്റൊരു ദുരന്തമായി ഈ വയനാട്ടിലെ ഈ ഉരുൾപൊട്ടൽ മാറിയിരിക്കുന്നു. ഈ സംസ്ഥാനം കണ്ടിട്ടുള്ള 2018 പ്രളയത്തിന് ശേഷമുള്ള ഏറ്റവും വലിയ ദുരന്തത്തിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ വയനാട്ടിൽ നിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം, അനാവശ്യമായി ആളുകൾ എത്തുന്നതും വാഹനങ്ങൾ അവിടെ എത്തുന്നതുമൊക്കെ രക്ഷാപ്രവർത്തനത്തിന് വലിയ വിഘാതം സൃഷ്ടിക്കും, തടസ്സം സൃഷ്ടിക്കും എന്നുള്ളതാണ്. പക്ഷേ ബന്ധുക്കളെ കാത്ത് അവരെക്കുറിച്ച് വിവരം കിട്ടാത്ത പലരും ആ മേഖലകളിലേക്ക് പലയിടങ്ങളിൽ നിന്ന് തിരിച്ചിട്ടുണ്ട്. പല ആളുകളെയും കാണാതായിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ദൃശ്യങ്ങൾ നമുക്ക് തന്നെ സന്ദേശങ്ങളായി ലഭിക്കുന്നുണ്ട്. ചില ആളുകൾ മൃതദേഹങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്, ചില ആളുകൾ സുരക്ഷിതരായി ഇരിക്കുന്നു എന്ന വിവരങ്ങൾ കിട്ടുന്നുണ്ട്. അങ്ങനെ കാണാതായവരെ കുറിച്ച് വ്യക്തതയുള്ള വിവരങ്ങൾ കിട്ടാതെ ആശങ്കയിൽ കഴിയുന്ന ബഹുഭൂരിപക്ഷം ആളുകൾ അവിടെ നിന്നും ഭയാശങ്കകളോടുകൂടി അവർ വിവരങ്ങൾ പങ്കുവെക്കുകയാണ്. ഏതായാലും നിലവിൽ നമുക്ക് കൂടുതൽ മറ്റു വിവരങ്ങളൊന്നും തന്നെ ദുരന്ത മേഖലയിൽ നിന്ന് ഇപ്പോൾ ലഭ്യമല്ല. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കൂടുതൽ ആളുകളെ ഇപ്പോൾ നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന രണ്ട് തരത്തിൽ ആളുകളെ ഈ ഒറ്റപ്പെട്ട പ്രദേശത്ത് പുറത്തേക്ക് കൊണ്ടുവരുന്നതാണ്. ഒന്ന്, ഇരുമ്പ് പാലം, അവിടെ ഒരു താൽക്കാലികമായ പാലം കരസേന നിർമ്മിച്ചതാണ്. ആ താൽക്കാലിക പാലത്തിലൂടെ സ്ത്രീകൾക്കും കുട്ടികൾക്കുമാണ് മുൻഗണന, അവർക്ക് കൊണ്ടുവരാൻ അവരെ പുറത്തേക്ക് കൊണ്ടുവരുന്നു. മറ്റൊന്ന്, അടിയന്തര ചികിത്സ ആവശ്യമായി പരിക്കേറ്റവരെ വ്യോമസേന അതിസാഹസികമായി അവരുടെ ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്ത് ദുരന്ത മേഖലയിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരുന്നതാണ്. ഇനിയും നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റാത്ത, നമുക്ക് എത്തിപ്പെടാൻ പറ്റാത്ത മേഖലകളിൽ എത്ര പേർ കുടുങ്ങിക്കിടക്കുന്നു, എത്ര ആളുകളാണ് രക്ഷ കാത്തു കഴിയുന്നത്, എത്ര പേർ മണ്ണിനടിയിലുണ്ട് എന്നതൊന്നും സംബന്ധിച്ച വ്യക്തമായ ഒരു വിവരമില്ല. ആ മേഖലകളിലേക്ക് പൂർണ്ണമായി എത്തിപ്പെടാനും കഴിഞ്ഞിട്ടില്ല. ഇപ്പോഴൊരു കണക്ട് ചെയ്യപ്പെട്ട പ്രദേശത്ത് അവർ ഒന്നിച്ചുകൂടി നിന്ന ആളുകളെ പുറത്തേക്ക് കൊണ്ടുവരിക, ഇതിനാണ് സൈന്യയുടെ രക്ഷാദൗത്യത്തിൽ മുൻഗണന നൽകിയിരിക്കുന്നത്. മൃതദേഹങ്ങൾ കണ്ടെടുക്കുന്നതിലും അത് തിരിച്ചറിയാൻ വേണ്ടി സൗകര്യം ഒരുക്കുന്നതുമൊക്കെ ഒരുപക്ഷെ സൈന്യത്തിൻ്റെ കണ്ണിൽ അല്ലെങ്കിൽ രക്ഷാദൗത്യത്തിലെ രണ്ടാം ഘട്ടമായിട്ടായിരിക്കും അവർ പരിഗണിക്കുക. നിലവിൽ ജീവനോടെയുള്ളവർ, സഹായം കാത്തു കഴിയുന്നവർ, ജീവൻ രക്ഷാ മാർഗങ്ങൾക്ക് വേണ്ടി കാത്തു നിൽക്കുന്നവർ, അവരെ അതിവേഗം അവർക്ക് ചികിത്സയും ഭക്ഷണവും ഒക്കെ എത്തിക്കുക, അവരെ അതിവേഗം സുരക്ഷിതമായ ഇടങ്ങളിലേക്ക് മാറ്റുക എന്നതിലായിരിക്കും രക്ഷാദൗത്യം ഇപ്പോൾ കേന്ദ്രീകരിക്കപ്പെടുന്നത്. അതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. SKN മാത്രമല്ല, ഇനിയും റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന ജില്ലകളുടെ കൂട്ടത്തിലാണ് വയനാടുള്ളത്. അതുകൊണ്ട് തന്നെ ഏത് സമയവും വീണ്ടും ഒരു അതിശക്ത മഴയ്ക്കുള്ള സാധ്യതയുണ്ട്. നേരത്തെ നമ്മളോട് സംസാരിച്ച തിരുവനന്തപുരം കാലാവസ്ഥാ കേന്ദ്രത്തിലെ ഡയറക്ടർ പറഞ്ഞതുപോലെ തന്നെ തുടർച്ചയായി പെയ്യുന്ന അതിശക്തമായ മഴയാണ് ഉരുൾപൊട്ടലിലേക്ക് നയിച്ചത്. അങ്ങനെയെങ്കിൽ ഇനിയും തീവ്രമായ മഴ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നത് ആ പ്രദേശത്ത് കഴിയുന്നവരെ കൂടുതൽ ജാഗ്രതയുള്ളവരാക്കി മാറ്റുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അപകട സാധ്യതയുള്ള പ്രദേശങ്ങളിൽ നിന്ന് പരമാവധി ആളുകളെ അവിടെ നിന്ന് മാറ്റി നിർത്തുക എന്നതിലേക്കായിരിക്കും കൂടുതലും ശ്രദ്ധ കേന്ദ്രീകരിക്കപ്പെടുക. 45 ദുരിതാശ്വാസ ക്യാമ്പുകളാണ് വയനാട് ജില്ലയിൽ തുറന്നിട്ടുള്ളത്. മുഖ്യമന്ത്രി നേരത്തെ വാർത്താ സമ്മേളനത്തിൽ ഇക്കാര്യം അറിയിക്കുകയും ചെയ്തു. 3069 പേരെ ഈ 45 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്.
സംസ്ഥാനത്തൊട്ടാകെ 118 ക്യാമ്പുകളാണ് പ്രവർത്തിക്കുന്നത്. അതിൽ 5531 പേർ ഈ ക്യാമ്പുകളിൽ കഴിയുന്നുണ്ട്. ഇവർക്ക് ആവശ്യമായ ചികിത്സയും മരുന്നും ഭക്ഷണവും ഒക്കെ സംവിധാനങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട് എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. 5 മന്ത്രിമാരാണ് വയനാട്ടിലെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം വഹിക്കുന്നത്. അവർക്ക് വിവിധ സേനാ വിഭാഗങ്ങളുടെ സഹായം ഉറപ്പാക്കിയിട്ടുണ്ട് എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഇനി നമ്മൾ ആകാംക്ഷയോടുകൂടി ഉറ്റുനോക്കുന്നത് രാത്രിയാവുകയാണ്. അതുകൊണ്ട് വെളിച്ചം മാഞ്ഞു കഴിഞ്ഞാൽ അവിടെ എങ്ങനെയാണ് രക്ഷാപ്രവർത്തനം, രക്ഷാദൗത്യം മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ്. അതിന് വലിയ സെർച്ച് ലൈറ്റുകളൊക്കെ എത്തിച്ച്, ബാറ്ററി ലൈറ്റുകളൊക്കെ എത്തിച്ച് അവിടെ രക്ഷാദൗത്യം തുടരുന്നതിനെ കുറിച്ചുള്ള ആലോചനകൾ നടക്കുന്നുണ്ട്. പക്ഷേ ഇതിൽ ഔദ്യോഗികമായ ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല. 5 മന്ത്രിമാരുടെ നേതൃത്വത്തിൽ നടക്കുന്ന ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ വിവിധ സേനാ വിഭാഗങ്ങളുമായി ചർച്ച നടത്തി കൂടിയാലോചിച്ച് സാധ്യതകൾ കൂടി വിലയിരുത്തിയായിരിക്കും ഈ പ്രദേശത്ത് ഇനി രക്ഷാദൗത്യം തുടരുക. ഗോപികൃഷ്ണനാണ് നമുക്കൊപ്പം ചേർന്നത്. ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 32 ആകുന്നു. ഇത്രയധികം മണിക്കൂർ രക്ഷാദൗത്യം നീണ്ടുപോയി. പലരും ഇപ്പോൾ ഏതൊക്കെ ജില്ലകളിൽ അവധിയുണ്ട് എന്ന് ചോദിക്കുന്നു. 6 ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചു. ശ്രദ്ധിച്ച വിദ്യാർത്ഥികൾ കേൾക്കുക. എറണാകുളം, പത്തനംതിട്ട, തൃശ്ശൂർ, മലപ്പുറം, കണ്ണൂർ, കാസർഗോഡ് എന്നീ 6 ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചു. സ്വാഭാവികമായും വയനാട്ടിൽ നാളെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊന്നും പ്രവർത്തിക്കില്ല എന്നുകൂടി നമ്മൾ ഓർമ്മിക്കേണ്ടതുണ്ട്. വയനാട് ഒഴിച്ച് മറ്റുള്ള 6 ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നാളെ അടഞ്ഞുകിടക്കും. ഇവിടെയെല്ലാം കനത്ത മഴ പെയ്യുന്ന സാഹചര്യത്തിലാണ് ഈ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നതാണ് ജില്ലാ ഭരണകൂടം നമ്മളെ അറിയിക്കുന്നത്. ഏറ്റവും വിശദമായി ഈ കാര്യങ്ങൾ നമ്മോട് സംസാരിക്കാൻ, അവധിയുടെ കാര്യമല്ല, നമ്മുടെ ഈ വയനാട്ടിൽ നടക്കുന്ന രക്ഷാപ്രവർത്തനത്തിൻ്റെ വിശദാംശം നൽകാൻ ഹാഷ്മി താജ് ഇബ്രാഹിം നമുക്കൊപ്പം ചേരുന്നു. മണ്ണിനടിയിൽ ഇപ്പോഴും കുറച്ച് മനുഷ്യർ കിടക്കുന്നു. ചില റിസോർട്ടുകളിൽ ആളുകൾ കുടുങ്ങിക്കിടക്കുന്നു. റിസോർട്ടുകളിൽ കുടുങ്ങിക്കിടക്കുന്ന ആളുകളെ തേടി സൈന്യം അങ്ങോട്ട് യാത്ര തുടങ്ങി എന്ന രീതിയിലുള്ള വാർത്തയും വരുന്നു. മാത്രമല്ല മരണസംഖ്യ വളരെ കൂടിയതായിട്ടുള്ള ചില പ്രാദേശിക ലെവലിൽ ആളുകൾ പറയുന്നുണ്ട്. എന്നാൽ നമുക്ക് സ്ഥിരീകരിക്കാൻ കഴിയാത്ത വാർത്തയാണതൊക്കെ. ഇപ്പോൾ വരുന്ന ഏറ്റവും ആശ്വാസകരമായ വാർത്ത ചൂരൽമല ടൗൺ വരെ വൈദ്യുതി എത്തിച്ചു എന്നുള്ളതാണ്. വൈദ്യുതി പുനഃസ്ഥാപിക്കാൻ എല്ലാവിധമായ പ്രവർത്തനങ്ങളും KSEB ഇപ്പോൾ നടത്തുന്നുവെന്ന് അവിടെ നിന്നുള്ള വാർത്തകൾ വരുന്നു. കാരണം ഇരുട്ടിലായി കഴിഞ്ഞാൽ ഈ രക്ഷാദൗത്യം കൊണ്ടുപോവുക വളരെ ദുഷ്കരമായിരിക്കും. അതുകൊണ്ട് തന്നെ ചൂരൽമലയിൽ വരെ ഇലക്ട്രിസിറ്റി എത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ള സന്തോഷകരമായ കാര്യമാണ്. ഉത്തര കേരളത്തിലും മധ്യ കേരളത്തിലും ചില ഭാഗങ്ങളിലും കനത്ത മഴയും കാറ്റും തീവ്ര നാശനഷ്ടങ്ങൾ സൃഷ്ടിക്കുന്നു എന്ന വാർത്ത വരുന്നുണ്ട്. ഹാഷ്മി താജ് ഇബ്രാഹിം കൂടി നമുക്കൊപ്പം ചേരുന്നു. വയനാട് സമാനതകളില്ലാത്ത ദുരന്ത മുഖത്തുകൂടി കടന്നു പോകുന്നു. കാശ്മീർ SK ഉറപ്പായും ഈ ചൂരൽമല മേഖലയിൽ വൈദ്യുതി എത്തിക്കാനുള്ള പുനഃസ്ഥാപിക്കാനുള്ള തീവ്ര നീക്കം എന്തായാലും നല്ല കാര്യമാണ്. കാര്യം അത് മുന്നോട്ടുള്ള രക്ഷാദൗത്യത്തിന് അത് നൽകുന്ന ഊന്നൽ നല്ല ചെറുതാവില്ല, സഹായം ചെറുതാവില്ല. കാര്യം എന്തായാലും SK ഈ രാത്രി കൊണ്ട് രക്ഷാദൗത്യം അവസാനിപ്പിച്ച് മടങ്ങാൻ കഴിയില്ല എന്ന ഉറപ്പാണ്. കാര്യം അത്രത്തോളം പൊളിഞ്ഞ് തകർന്ന് ഏതാണ്ട് ഇല്ലാതായി കിടക്കാണ് ഈ പറഞ്ഞ മുണ്ടക്കൈ എന്ന് പറയുന്ന സ്ഥലം. അവിടെ രാത്രി രക്ഷാദൗത്യം നിർത്തിവെക്കുക എന്ന് പറയുന്നത് ആത്മഹത്യാപരമായിരിക്കും. കാര്യം അല്പമെങ്കിലും ജീവൻ ബാക്കിയുള്ളവരെ എത്രയും പെട്ടെന്ന് ഏത് വിധേനെ പുറത്തേക്ക് എത്തിക്കുക എന്നുള്ളത് തന്നെയാണ് പ്രയോറിറ്റി. അപ്പോൾ രാത്രി രക്ഷാപ്രവർത്തനം നിർത്തിവെക്കാതിരിക്കണമെങ്കിൽ വെട്ടം വേണം, ഫ്ലഡ് ലൈറ്റുകൾ വേണം. ഫ്ലഡ് ലൈറ്റുകൾക്ക് അവിടെ കറണ്ട് ആവശ്യമുണ്ട്. അപ്പോൾ ചൂരൽമലയിൽ ഈ വൈദ്യുതി പുനഃസ്ഥാപിച്ചു എന്നുള്ള കാര്യത്തെ ഏറ്റവും ഈ രക്ഷാദൗത്യത്തിന് വലിയ സഹായകരമാകുന്ന ഒന്നായി തന്നെ വേണം കാണാൻ. എന്തായാലും ഇപ്പോൾ AN ഷംസീർ സ്പീക്കറുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ്: വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരിതത്തിലായ ജനങ്ങൾക്ക് ഇപ്പോൾ അവശ്യ സാധനങ്ങൾ ആവശ്യമാണ്. നിങ്ങളുടെ ചെറിയ സഹായം അവർക്ക് വലിയ ആശ്വാസമാകും. എന്ന് പറഞ്ഞാൽ വസ്ത്രങ്ങൾ, ഭക്ഷണങ്ങൾ കൊണ്ടുവന്ന് അവർക്ക് ഒരു കൈത്താങ്ങ് നൽകാൻ കഴിയുന്ന വ്യക്തികൾ, സംഘടനകൾ തുടങ്ങിയവർ വയനാട് കളക്ടറേറ്റ് കൺട്രോൾ റൂമുമായി ബന്ധപ്പെടുക എന്ന് സ്പീക്കർ പറയുന്നുണ്ട്. ഒരുപാട് സാധനങ്ങൾ ആവശ്യമുള്ള സമയമാണ്. മനുഷ്യസ്നേഹികളായ ആളുകൾ ഈ കൺട്രോൾ റൂമുമായി ബന്ധപ്പെടണം എന്നൊരിക്കൽ കൂടി സ്പീക്കറുടെ ഫേസ്ബുക്ക് വായിച്ചിട്ട് അഭ്യർത്ഥിക്കുകയുമാണ്. ദയവായി ഉപയോഗിക്കാത്ത വസ്ത്രങ്ങളും പാക്ക് ചെയ്ത ഭക്ഷണവസ്തുക്കളും മാത്രം നൽകുക എന്നുകൂടി സ്പീക്കർ പറയുന്നുണ്ട്. കൂടുതൽ ആർമി സേന വയനാട്ടിലേക്ക് എത്തുന്നുള്ള ഏറ്റവും ഒടുവിലത്തെ വാർത്ത. 6:30 തന്നെ അവർ പുറപ്പെട്ടു കഴിഞ്ഞു. നാളെ രാവിലെ 11 മണിക്ക് അവർ വയനാട്ടിലെത്തുമെന്നാണ് അല്പസമയം മുമ്പ് ഡിഫൻസ് PRO അതുൽ പിള്ള നമ്മളോട് പറഞ്ഞത്. സംസ്ഥാനത്ത് ഒരു പ്രകൃതി നിവാരണ കൺട്രോൾ റൂം തുറക്കാൻ പോകുന്നു. SKN ഇവിടെ ഏറ്റവും ഒടുവിൽ മേപ്പാടിയിലുള്ളത് 200 അംഗ ആർമി സംഘമാണ്. ടെറിട്ടോറിയൽ ആർമി 122 ഇൻഫൻട്രി ബറ്റാലിയൻ മദ്രാസ് മേപ്പാടിയിലുണ്ട്. 130 അംഗ ആർമി സംഘം കൂടി വയനാട്ടിലേക്ക് പുറപ്പെട്ടു. തിരുവനന്തപുരത്ത് അവരും അല്പസമയത്തിനകം എത്താൻ പോകുന്നു. ഏറ്റവും ഒടുവിൽ സൈന്യം പറയുന്നു മൂവ്മെന്റ് ഓഫ് അസറ്റ്സ് ഫ്രം മദ്രാസ് എഞ്ചിനീയേഴ്സ് ഗ്രൂപ്പ് അങ്ങോട്ടേക്ക് വരുന്നു. 2 additional columns from Bengaluru and Trivandrum plan to be shifted by Indian Air Force എന്ന് പറയുന്നു. Control center being established at Calicut under command and പാരാ റെജിമെന്റൽ സെന്റർ ഫോർ മോണിറ്ററിംഗ് ഓഫ് ഓൾ റിലീഫ് ഓപ്പറേഷൻ. അപ്പോൾ കൂടുതൽ സേനാംഗങ്ങൾ എന്തായാലും SKN അങ്ങോട്ടേക്ക് എത്തുകയാണ്. അങ്ങോട്ടേക്ക് എത്തിക്കഴിഞ്ഞാൽ കൂടുതൽ സംയോജിതമായ കുറച്ചുകൂടി കാര്യക്ഷമമായ രക്ഷാദൗത്യം ഉണ്ടാകും. അതിപ്പോൾ രാത്രി ഉണ്ടാകുമോ എന്നുള്ളതാണ്
അറിയാൻ കഴിയുന്നത് രാത്രി തന്നെ ഉണ്ടാകണം എന്നുള്ള നമ്മുടെ ആഗ്രഹം എസ്കാൻ. കാര്യം ഇപ്പോഴും ഈ മുണ്ടക്കൈ മേഖലയുടെ അവസ്ഥ എന്താണെന്ന് അറിയില്ല. അല്പസമയത്തിനകം ഈ ധ്രുവിൻ്റെയോ അല്ലെങ്കിൽ MI7 ഹെലികോപ്റ്ററോ ഈ പറഞ്ഞ ട്രീ വാലി എന്ന് പറയുന്ന ആ റിസോർട്ടിൽ 200ഓളം പേർ കുടുങ്ങിക്കിടക്കുന്നതെന്നാണ് അറിയാൻ കഴിയുന്നത്. അപ്പോൾ ഒന്നുകിൽ MI7 അല്ലെങ്കിൽ ധ്രുവ്, എനിക്ക് തോന്നുന്നു MI17 ആണ്. ഇനി അടുത്ത ഊഴം MI17-ൻ്റെതാണ്. അപ്പോൾ അത് ട്രീ വാലിയിലേക്ക് പോവുകയാണെന്ന് തോന്നുന്നു, റിസോർട്ടിലേക്ക്. ആ റിസോർട്ടിൽ കുടുങ്ങിക്കിടക്കുന്നവരെ റെസ്ക്യൂ ചെയ്യലാണ് ലക്ഷ്യം. ആ റിസോർട്ടിൽ ഒരുപാട് പേരുണ്ട് എസ്കൻ. അതിൽ പലർക്കും വയ്യാത്തവരുണ്ട്, പല ആളുകൾക്കും പരിക്കേറ്റ ആളുകളുണ്ട്. അപ്പോൾ ട്രൂ വാലി മാത്രമല്ല, അവിടെ കുന്നിൻ മുകളിൽ മറ്റൊരു റിസോർട്ടും ഒരു ബംഗ്ലാവ് അടക്കമുണ്ട്. അപ്പോൾ ഈ മേഖലകളിലൊക്കെ രക്ഷാദൗത്യം അധികം വൈകാതെ തന്നെ സാധ്യമാക്കാനാണ് സൈന്യത്തിന്റെ തീവ്ര ശ്രമം. ഇപ്പോൾ ചൂരൽമലയിൽ നിന്ന് ഷഹദ് റഹ്മാൻ ചില ലേറ്റസ്റ്റ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. ഷഹദ്, എന്തൊക്കെ വിവരങ്ങളാണ് പ്രേക്ഷകരുമായി ഈ അവസരത്തിൽ പങ്കുവയ്ക്കാൻ കഴിയുന്നത്? പറയൂ. ഇപ്പോൾ ഈ ചൂരൽമലയിൽ രക്ഷാപ്രവർത്തനം സജീവമായി തന്നെ തുടരുകയാണ്. ഇതിൽ മഴ ഇപ്പോൾ നല്ല രീതിയിൽ പെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ മണിക്കൂറുകളിൽ ഉണ്ടായതിനേക്കാൾ ഒഴുക്ക് ഇപ്പോൾ അതായത് പുതുതായി രൂപപ്പെട്ട ഈ പുഴയ്ക്ക് ഒഴുക്ക് രൂപപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. അതുപോലെ ഹാഷ്മി നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇവിടുത്തെ രക്ഷാദൗത്യം തുടരണമെങ്കിൽ, രാത്രിയിലും രക്ഷാദൗത്യം തുടരണമെങ്കിൽ പ്രധാനമായിട്ടും വൈദ്യുതിയായിരുന്നു ഇവിടെ എത്തേണ്ടിയിരുന്നത്. നിലവിൽ ഇവിടെ വൈദ്യുതി കൊണ്ടുവന്നിട്ടുണ്ട്, താൽക്കാലിക സംവിധാനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തനം സജീവമായി തന്നെ തുടരുകയാണ്. യാതൊരു വിധത്തിലും അതിന് ഒരു മുടക്കവും വന്നിട്ടില്ല. എല്ലാ മേഖലകളിലും അതായത് വൈദ്യുതി താൽക്കാലികമായിട്ട് ഇവിടെ കാണുന്നത്. ഈ കനത്ത് പെയ്യുന്ന ഈ മഴ തീർച്ചയായിട്ടും രക്ഷാദൗത്യത്തിന് തടസ്സമായിരിക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ പാലം പണി ഏതാണ്ട് പൂർത്തിയായി ആളുകളെ അതുവഴി കടത്തിക്കൊണ്ടുപോകുന്ന ദൃശ്യങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ കനത്ത മഴ അവിടെ പെയ്ത് തുടങ്ങിയത്. ഈ മഴ തീർച്ചയായിട്ടും ഒരു വെല്ലുവിളി തന്നെയായിരിക്കും. ഷഹദ് റഹ്മാൻ, താങ്കൾക്ക് തുടരാം. ണ്ടോ ഞാൻ പറയുന്ന കാര്യം? ഒരുപാട് ആളുകൾ ഈ പുഴ കടക്കാൻ കാത്തു നിൽക്കുമ്പോഴാണ് പ്രത്യേകിച്ച് കോരിച്ചൊരിയുന്ന മഴ ഈ ഭാഗത്ത് പെയ്തു തുടങ്ങിയത്. തീർച്ചയായിട്ടും ഈ രക്ഷാപ്രവർത്തനങ്ങളെ ഈ കോരിച്ചൊരിയുന്ന ഈ മഴ തീർച്ചയായിട്ടും ബാധിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, ഈ സമയത്ത് മഴ പെയ്യുന്നത് വല്ലാതെ ആശങ്ക ഉണ്ടാക്കുമെന്ന കാര്യം നമ്മൾ വിസ്മരിക്കുന്നില്ല. ഇന്നലെ ഈ കോരിച്ചൊരിയുന്ന മഴയ്ക്കിടയിലാണ് രാത്രി 1 മണിക്ക് കൊലവിളിയുമായി ഈ ഉരുൾപൊട്ടൽ വന്നത്. ഷഹദ് റഹ്മാൻ തുടരുകയാണ്. ഷഹദ്, പറയൂ. ഇപ്പോൾ നമ്മൾ സ്ക്രീനിൽ കാണുന്ന ദൃശ്യം എന്ന് പറയുന്നത് അത് കഴിഞ്ഞ കുറെ അധികം മണിക്കൂറുകളായിട്ട് വെല്ലുവിളി നിറഞ്ഞു നിന്നിരുന്ന ആ ദൃശ്യമാണ്. കാരണം ഈ ചൂരൽമലയുടെ അപ്പുറത്തെ ഭാഗമായിരുന്നു, പുഴയുടെ അപ്പുറത്തെ ഭാഗമായിരുന്നു വലിയൊരു വിഭാഗം ആളുകൾ ഇത്തരത്തിൽ കുടുങ്ങി കിടന്നിട്ടുണ്ടായിരുന്നു. അവർ ഒറ്റപ്പെട്ട് കിടന്നിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഇതിന് നേവി സംഘം അല്ലെങ്കിൽ ഇവിടെയുള്ള ഈ രക്ഷാ ദൗത്യ സംഘം ഇപ്പോൾ താൽക്കാലികമായിട്ട് ഇവിടെ ഈ പാലം നിർമ്മിച്ചിട്ടുണ്ട്. ആ പാലം വഴിയാണ് ഇപ്പോൾ ആളുകളെ അക്കരയിലേക്ക് എത്തിക്കുന്നത്. കുറച്ചു മുമ്പ് നമ്മൾ കാണുകയും ചെയ്തു. അതായത് ഹെലികോപ്റ്ററിലെ കുറെ അധികം ആളുകളെ ഇവിടെ നിന്ന് രക്ഷപ്പെടുത്തുന്ന ദൃശ്യം. സമാനമായ രീതിയിൽ റോപ്പ് ഉപയോഗിച്ചും ഇവിടെ നിന്ന് ആളുകളെ രക്ഷപ്പെടുത്തുന്നുണ്ട്. കൂടാതെ ഇപ്പോൾ ഈ താൽക്കാലികമായിട്ട് നിർമ്മിച്ചിട്ടുള്ള ആ പാലം വഴി കുറെ അധികം ആളുകളെ ഇപ്പോൾ രക്ഷപ്പെടുത്തുന്ന ദൃശ്യമാണ് നമുക്ക് സ്ക്രീനിൽ കാണാൻ സാധിക്കുന്നത്. ഒപ്പം തന്നെ വലിയ രീതിയിൽ ആളുകൾ ഇവിടെ ക്യൂ നിൽക്കുന്ന, അതായത് ഇപ്പുറത്തേക്ക് എത്താൻ വേണ്ടിയിട്ട് ക്യൂ നിൽക്കുന്ന കാഴ്ചയും നമുക്ക് ഇവിടുന്ന് കാണാൻ സാധിക്കും. രാത്രി ഇരുട്ടി തുടങ്ങിയിരിക്കുന്നു, ഈ പുഴയുടെ ഒഴുക്ക് വർദ്ധിച്ചിരിക്കുന്നു, മഴയും ഉണ്ട്. എന്നാൽ അതേ സമയത്ത് കഴിഞ്ഞ മണിക്കൂറുകളിൽ വൈദ്യുതി ഇവിടെ എത്തിക്കുക എന്നുള്ളത് വലിയ പ്രതിസന്ധിയായിട്ട് നിലനിന്നിരുന്നെങ്കിലും നിലവിലെ സാഹചര്യത്തിൽ ഇപ്പോൾ വൈദ്യുതി ഇവിടെ താൽക്കാലികമായിട്ട് പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. രക്ഷാപ്രവർത്തനം ഒരു ഘട്ടത്തിൽ പോലും ഇവിടെ നിർത്തില്ല എന്നുള്ളതാണ് നിലവിൽ നമുക്ക് ലഭ്യമാക്കുന്ന ഒരു വിവരം എന്നുള്ളതാണ്. എന്തായാലും ഇപ്പോൾ ഈ മറുകരയ്ക്ക് കുടുങ്ങിക്കിടക്കുന്ന ആളുകളെ മുഴുവനായും ഇപ്പുറത്തെ കരയിലേക്ക് എത്തിച്ചതിന് ശേഷം മാത്രമേ എന്തായാലും താൽക്കാലികമായിട്ട് ഇന്നത്തെ ഒരുപക്ഷെ ഈ ഒരു പ്രവർത്തനം അതിന്റെ ഒരു പരിസമാപ്തിയിലേക്ക് എത്തുകയുള്ളൂ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒപ്പം തന്നെ സമാനമായ രീതിയിൽ 2 ഘട്ടങ്ങളായിട്ടാണ് ഇപ്പോൾ ഇവിടെ രക്ഷാപ്രവർത്തനം നടക്കുന്നത്. ഒരു ഘട്ടത്തിൽ ഈ റോപ്പ് ഉപയോഗിച്ച് റോപ്പ് വഴി വരാൻ സാധിക്കുന്ന ആളുകളെയൊക്കെ തന്നെ റോപ്പ് വഴി ഈ മറുകരയ്ക്ക് എത്തിക്കുന്നുണ്ട്. സമാനമായ രീതിയിൽ ഇപ്പോൾ താൽക്കാലികമായി നിർമ്മിച്ചിട്ടുള്ള പാലം വഴിയും കൂടുതൽ ആളുകളെ ഇപ്പുറത്തെ കരയിലേക്ക് എത്തിക്കുന്ന ദൃശ്യമാണ്. അങ്ങനെ 2 രീതിയിലാണ് ഇപ്പോൾ പ്രധാനമായിട്ടും അവിടെ ഒറ്റപ്പെട്ട് കിടക്കുന്ന അല്ലെങ്കിൽ ആ തുരുത്തിൽ ഒറ്റപ്പെട്ട് കിടക്കുന്ന ഈ ചൂരൽമലയുടെ അങ്ങേക്കരയ്ക്ക് കാത്തു നിൽക്കുന്നു എന്നാണല്ലോ. ഒരുപാട് പുരുഷന്മാരെക്കാളും സ്ത്രീകളെ കാണുന്നു. കൂടുതലും സ്ത്രീകളാണോ ഈ ഇതിനിടയിൽ പെട്ടുപോയത്? തീർച്ചയായിട്ടും സ്കെയിൻ, കാരണം സ്ത്രീകളായ ആളുകളുണ്ട്, അതുപോലെ തന്നെ പുരുഷന്മാരുണ്ട്, പ്രായമായിട്ടുള്ള ആളുകളുണ്ട്, കുട്ടികളുണ്ട്. അങ്ങനെ നാനാവിധത്തിലുള്ള ആളുകളും ഈ ഇപ്പുറത്ത് അതായത് ഈ തുരുത്ത് പോലെ അല്ലെങ്കിൽ ഈ പാലം തകർന്ന മറുകരയിൽ ഒറ്റപ്പെട്ട് നിന്നിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ മണിക്കൂറുകളിലൊക്കെ തന്നെ. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം, വളരെ ക്യൂ ആയിട്ടാണ്. അതിൽ സ്ത്രീകളും കുട്ടികളും പ്രായമായ ആളുകളും ഒക്കെ തന്നെയുണ്ട്. പരമാവധി കുട്ടികളെയും അതുപോലെ തന്നെ ഈ വയനാട്ടിൽ നിന്ന് മറ്റൊരു വാർത്ത വരുന്നത് ഈ മരിച്ചവരുടെ എണ്ണം 110 എന്നുള്ള ദുഃഖകരമായ വാർത്തയാണ്. മേപ്പാടി CHSC
കവരത്തിയിൽ ഇപ്പോൾ 52 മൃതദേഹങ്ങളുണ്ട്. അതിൽ 41 പേരെ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിൽ 22 പുരുഷന്മാരും 19 സ്ത്രീകളുമുണ്ട്. നിലമ്പൂരിൽ 30 മൃതദേഹങ്ങൾ കണ്ടെത്തി, 22 ശരീരഭാഗങ്ങളുണ്ട്. അതുപോലെ മേപ്പാടി വിംസിൽ 11 പേരുടെ മൃതദേഹങ്ങൾ കണ്ടെത്തി. ബത്താരി ആശുപത്രിയിൽ ഒന്നും, അതുപോലെ വൈത്തിരി ആശുപത്രിയിൽ ഒന്നും. അങ്ങനെയാണ് ഇത്. ഇപ്പോൾ 110 പേർ മരിച്ചു എന്ന രീതിയിലുള്ള വാർത്തകൾ വരുന്നു. താങ്കൾക്ക് തുടരാൻ വളരെ ഷോക്കിംഗ് ആയിട്ടുള്ള ഓരോ വാർത്തയും ഓരോ മിനിറ്റിലും വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നമ്മളെ വല്ലാതെ അലോസരപ്പെടുത്തുന്നത്. പറയൂ ഷഹദ് റഹ്മാൻ. സ്ക്രീനിൽ ദൃശ്യങ്ങൾ കാണാമെന്ന് വിചാരിക്കുന്നു. ആദ്യമേ പറയട്ടെ, കാരണം ഇവിടെ വൈദ്യുതി ബന്ധമൊക്കെ പൂർണ്ണമായിട്ടും താറുമാറായ സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ ഇന്റർനെറ്റ് കണക്ഷനും അതുപോലെ തന്നെ മറ്റ് മൊബൈൽ സംവിധാനങ്ങളൊക്കെ തന്നെ ഭാഗികമായിട്ട് നമുക്ക് നിലവിലെ സാഹചര്യത്തിൽ ഇവിടെ ലഭ്യമാകുന്നുള്ളൂ. ആ പരിമിതമായ അല്ലെങ്കിൽ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഈ ദൃശ്യങ്ങളൊക്കെ തന്നെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് റോപ്പിൽ ഒരു സ്ത്രീയെ മറുകരയിലേക്ക് എത്തിച്ച ദൃശ്യമാണ്. കൃത്യം സൂചിപ്പിച്ചതുപോലെ തന്നെ ഇപ്പോൾ മരണം 110ലേക്ക് കടന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഈ മറുകരയിൽ നമുക്കറിയാം ഇപ്പോഴും മൃതദേഹങ്ങൾ, അതായത് മൃതദേഹങ്ങൾ അവിടെ പൊതിഞ്ഞു വെച്ചിട്ടുണ്ട്. കാരണം അത് മറുകരയിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. കാരണം ആ മൃതദേഹം ഇപ്പോൾ പ്രധാനമായിട്ടും മുൻഗണന നൽകുന്നത് ഈ അപ്പുറത്തെ കരയിൽ, അതായത് ഈ റോഡിന്റെ മറുകരയിൽ കുടുങ്ങിക്കിടക്കുന്ന ആളുകൾ പ്രധാനമായിട്ടും ഇക്കരയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. കാരണം ചെറിയ രീതിയിലെങ്കിലും മഴ ഇപ്പോൾ ഈ മേഖലയിലുണ്ട്. ഇപ്പോൾ രാത്രിയോടുകൂടി മഴ ഏത് രീതിയിലായിരിക്കും എന്നുള്ളതിനെ പറ്റിയ ആർക്കും തന്നെ പ്രവചിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് കാലാവസ്ഥ നിലവിലെ സാഹചര്യത്തിൽ ചെറിയ രീതിയിൽ വില്ലെന്നാണെങ്കിലും ഇപ്പോൾ അനുകൂലമാണ്. അപ്പോൾ വരും മണിക്കൂറുകളിൽ അതൊരു പക്ഷേ പ്രതികൂലമായേക്കാം എന്നൊരു സാഹചര്യം മുന്നിൽ നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് പരമാവധി ഇപ്പോൾ ഈ മറുകരയിൽ കുടുങ്ങി നിൽക്കുന്ന ആളുകളെ ഈ ആളുകൾ താമസിക്കുന്ന അല്ലെങ്കിൽ മുഴുവൻ സംവിധാനങ്ങൾ മുന്നിൽ നിൽക്കുന്ന പ്രദേശത്തേക്ക് കൊണ്ടുവരിക എന്നതിനാണ് പ്രഥമ പരിഗണന നൽകുന്നത്. അതിനാൽ ഇപ്പോൾ ഈ ഭാഗത്തേക്ക് ആളുകൾ രണ്ട് രീതിയിൽ കൊണ്ടുവരുന്നു. ഒന്ന് റോപ്പ് ഉപയോഗിച്ചും അതുപോലെ തന്നെ ഒന്ന് ഈ താൽക്കാലികമായി നിർമ്മിച്ചിട്ടുള്ള പാലം ഉപയോഗിച്ചുമാണ് ഇപ്പോൾ ആളുകളെ ഇവിടേക്ക് എത്തിക്കുന്നത്. അതായത് ആയിരക്കണക്കിന് ആളുകളാണ് ഇപ്പോൾ ഈ രക്ഷാദൗത്യത്തിൽ പങ്കെടുക്കുന്നത്. അതിൽ നേവിയുണ്ട്, അതുപോലെ തന്നെ NDRF സംഘമുണ്ട്, ഫയർഫോഴ്സ് ഉണ്ട്, സന്നദ്ധ സംഘടനാ പ്രവർത്തകരുണ്ട്. അങ്ങനെ സർക്കാർ സംവിധാനത്തിന്റെ മുഴുവനും അതുപോലെ തന്നെ സന്നദ്ധ സംഘടനകളുടെയും ഒരിക്കൽ നമുക്കറിയാം മലയാളികളുടെ മുഴുവൻ സംവിധാനങ്ങളും ഉപയോഗിച്ചാണ് ഇവിടുത്തെ രക്ഷാപ്രവർത്തനം നടക്കുന്നത് എന്നുള്ളതാണ്. കഴിഞ്ഞ മണിക്കൂറുകളിൽ മഴ കുറച്ചു നേരം മാറി നിന്നിട്ടുണ്ടായിരുന്നു. അത് ചെറിയ രീതിയിലെങ്കിലും ഈ രക്ഷാപ്രവർത്തനത്തിന് വലിയ രീതിയിലുള്ള ആശ്വാസം നൽകിയിട്ടുണ്ടായിരുന്നു. മാത്രമല്ല ഈ പുഴയിലെ ഒഴുക്കിനും ചെറിയ രീതിയിലുള്ള കുറവ് ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ മഴ പെയ്യാൻ തുടങ്ങുകയും അതുപോലെ തന്നെ ഈ ഒഴുക്ക് വർദ്ധിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ ഇരുടുകൂടി വരുന്ന പശ്ചാത്തലത്തിൽ ഈ പകരം സംവിധാനം, അതായത് വെളിച്ച സംവിധാനങ്ങളൊക്കെ ഒരുക്കിയാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തനം ഇവിടെ സജീവമായിട്ട് തുടരുന്നത് എന്നുള്ളതാണ്. നമുക്ക് ദൃശ്യങ്ങളിലൊക്കെ കാണാമെന്ന് തോന്നുന്നു. കുട്ടിയെ എടുത്തുകൊണ്ട് ഒരു മാതാവ് നിൽക്കുന്നത് കാണാം. ഈ മാതാവ് ഉൾപ്പെടെ അല്ലെങ്കിൽ നിരവധി സ്ത്രീകൾ, അതുപോലെ തന്നെ കുട്ടികൾ, പ്രായമായ ആളുകളൊക്കെ തന്നെ ഈ മറുകരയിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള ഒരു കാത്തിരിപ്പിലാണ്. കഴിഞ്ഞ കുറേ അധികം മണിക്കൂറുകളായി ഇവരൊക്കെ തന്നെ ഇവിടെ കാത്തു നിൽക്കുകയുമാണ്. കാരണം ഹെലികോപ്റ്റർ വന്നിട്ടുണ്ടായിരുന്നു. ഹെലികോപ്റ്ററിൽ നമുക്കറിയാം വളരെ പരിമിതമായിട്ടുള്ള അല്ലെങ്കിൽ പ്രഥമ പരിഗണന കൊടുക്കേണ്ട ആളുകളെ മാത്രമാണ് ഇപ്പോൾ അങ്ങോട്ട് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. അതിനപ്പുറത്ത് കൂടുതൽ ആളുകളെ ഇപ്പോൾ ഈ കുട്ടിയൊക്കെ എടുത്തു പോകുന്ന ഈ അമ്മ ഉൾപ്പെടെയുള്ള ആളുകളെ ഇപ്പോൾ ഈ താൽക്കാലികമായി നിർമ്മിച്ചിട്ടുള്ള പാലം വഴിയാണ് ഇപ്പോൾ മറുകരയിലേക്ക് എത്തിക്കാനുള്ള ഒരു പ്രവർത്തനം അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു നടപടിയാണ് ഇപ്പോൾ നടക്കുന്നത്. ഒപ്പം തന്നെ ഈ ആളുകളെ കാണുന്നതിനൊപ്പം തന്നെ നമുക്ക് കാണാം, അതായത് ഈ പുഴ അത് കുത്തിയൊലിച്ച് ഒഴുകുകയാണ്. ഒരു ദാക്ഷിണ്യവും നമ്മളോടില്ല എന്ന തരത്തിൽ കുത്തിയൊലിച്ച് ഒഴുകുകയാണ്. ഈ അമ്മയുമായി പോകുന്ന ഈ അമ്മയിൽ നിന്ന് ഈ കുട്ടിയെ മാറ്റി, അതായത് ഈ നേവി സംഘം ഇപ്പോൾ ആ കുട്ടിയെ ഏറ്റെടുത്തിട്ടുണ്ട്. ഒരുപക്ഷെ ഈ നേവി ഉദ്യോഗസ്ഥരായിരിക്കും ഈ കുട്ടിയെ മറുകരയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ഈ അമ്മയ്ക്ക് ഒരുപക്ഷെ ആ നേരിയ പാലത്തിലൂടെ കടന്നു പോകാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകാൻ സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ നേവി ഉദ്യോഗസ്ഥരാണ് ഈ കുട്ടിയെ ഇപ്പോൾ തോളിലേറ്റി ഈ മറുകരയിലേക്ക് കടക്കാനുള്ള ഒരു ശ്രമം നടത്തുന്നത്. അതാണ് നമുക്ക് ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന ഈ ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയും ചെയ്യുന്നത്. എങ്കിലും വലിയ രീതിയിലുള്ള ഒരു നീണ്ട ക്യൂ അത് നമുക്ക് ഈ മേഖലയിൽ കാണാൻ സാധിക്കും. കാരണം പ്രധാനമായിട്ടും ഇക്കണ്ട ആളുകളൊക്കെ തന്നെ ഈ മറുകരയിലേക്ക് പ്രവേശിക്കാനുള്ള ഒരു തിരക്കിലാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം അവർക്ക് പരമാവധി കയ്യിൽ എടുക്കാൻ പറ്റുന്ന സാധനങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ഈ 2-3 ദിവസം കഴിച്ചു കൂട്ടാൻ പറ്റുന്ന സാധനങ്ങൾ എന്തൊക്കെയാണ്, അത് മാത്രം കയ്യിൽ എടുത്തുകൊണ്ടാണ് ഈ ജീവനും കൊണ്ട് അവർ ഈ പാലത്തിലൂടെ, ഈ താൽക്കാലികമായി നിർമ്മിച്ചിട്ടുള്ള പാലത്തിലൂടെ മറുകരയിലേക്ക് എത്താനുള്ള ഒരു കാത്തിരിപ്പ് അല്ലെങ്കിൽ മറുകരയിലേക്ക് എത്താനുള്ള ഒരു ശ്രമം നടത്തുന്നത് എന്നുള്ളതാണ്. കഴിഞ്ഞ മണിക്കൂറുകളൊക്കെ തന്നെ ഒരുപക്ഷെ ഇതിന്റെ ഒരു ഭീകരത അല്ലെങ്കിൽ ഇവിടെ നിന്നുള്ള ദൃശ്യങ്ങളൊക്കെ തന്നെ പൂർണ്ണ അർത്ഥത്തിൽ ഒരുപക്ഷെ ആർക്കും ഇവിടുന്ന് പുറത്തേക്ക് എത്തിക്കാൻ ഉണ്ടാവില്ല. കാരണം അത്രയധികം ഭീകരമാണ് ഇവിടുത്തെ ദൃശ്യങ്ങൾ, അതുപോലെ തന്നെ കാഴ്ചകൾ, ഇവിടെ നിന്നുള്ള അനുഭവങ്ങൾ. കാരണം നമ്മൾ എത്ര തന്നെ അത് പറഞ്ഞാലോ അല്ലെങ്കിൽ എത്ര തന്നെ കാണിച്ചാലോ അത് ഒരുപക്ഷെ ഒരു ക്യാമറ
സ്ക്രീനിൽ പതിയുന്നതിനേക്കാൾ അല്ലെങ്കിൽ ഒരു ക്യാമറയുടെ ഈ ഒരു വട്ടത്തിൽ ഒതുങ്ങുന്നതിനേക്കാൾ അപ്പുറമാണ്. കാരണം നമുക്ക് നോക്കത്താ ദൂരത്തോളമാണ് ഈ ഒരു ഉരുൾപൊട്ടി ഈ ഒരു നാടാകെ, ഈ നാടിനെ ഒന്നാകെ കവർന്നു പോയിട്ടുള്ളത്. ഇവിടെ ഒരു സ്കൂൾ ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ അമ്പലം ഉണ്ടായിരുന്നു, പള്ളി ഉണ്ടായിരുന്നു, റോഡ് ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു വലിയ നഗരം, അല്ലെങ്കിൽ കുറെ അധികം ആളുകൾ സന്തോഷത്തോടെ സമാധാനത്തോടെ അല്ലെങ്കിൽ കളിച്ചും ചിരിച്ചും നാളത്തേക്കുള്ള പ്രതീക്ഷകൾ അല്ലെങ്കിൽ അടുത്ത ദിവസത്തേക്കുള്ള പ്രതീക്ഷകളൊക്കെ മനസ്സിൽ തുരുക്കൂട്ടി കിടന്നുറങ്ങുന്ന ഒരു രാത്രിയിലാണ് പൊടുന്നനെ ഇത്തരത്തിൽ ഈ ഉരുൾ പൊട്ടുന്നത്. ആരും ഒട്ടും തന്നെ പ്രതീക്ഷിക്കുന്നില്ല. പരമാവധി പറ്റുന്ന കുറച്ചാളുകൾ മാത്രം ജീവനം കൊണ്ട് ഓടി രക്ഷപ്പെടുന്നു. അതിനിടയിൽ ഇത്തരത്തിൽ രക്ഷാപ്രവർത്തനം നടത്താൻ വന്ന ആളുകൾ അവിടേക്ക് പാഞ്ഞെടുക്കുന്ന ഘട്ടത്തിൽ വീണ്ടും ഈ ഉരുള് ആളുകളെ കവർന്നെടുക്കുന്ന രീതിയിൽ വരുന്നു. അപ്പോൾ അവർ പറയുകയാണ് ഇവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടോളൂ എന്ന് പറയുന്നു. അങ്ങനെ ആ രക്ഷാപ്രവർത്തനം നടത്താൻ വന്ന ആളുകളും ഇവിടുന്ന് ഓടി രക്ഷപ്പെടുന്ന കാഴ്ചകളൊക്കെ കഴിഞ്ഞ മണിക്കൂറുകളിൽ ഈ ദുരന്തത്തിൽ നിന്നും രക്ഷപ്പെട്ട ആളുകൾ നമ്മളുമായി പങ്കുവെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്രയധികം, അതായത് ഒരുപക്ഷെ ഈ ഒരു നഗരം ഇനി തിരിച്ചെടുക്കുക എന്നുള്ളത് സാധ്യമായിരിക്കില്ല. കാരണം ഇവിടെ ഇങ്ങനെ ഒരു സ്ഥലം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഒരു സ്കൂൾ ഉണ്ടായിരുന്നു, ഒരു പള്ളി ഉണ്ടായിരുന്നു, അമ്പലം ഉണ്ടായിരുന്നു, തിങ്ങി വീടുകൾ ഉണ്ടായിരുന്നു എന്ന് പറയുന്നതൊന്നും തന്നെ ഒരുപക്ഷെ വരും തലമുറക്കാർ അല്ലെങ്കിൽ ഒരുപക്ഷെ ഇവിടെ ഉണ്ടായിരുന്ന ആളുകളൊന്നും തന്നെ വിശ്വസിക്കാൻ സാധ്യതയില്ല. കാരണം അത്രയും അധികം ഈ സ്ഥലവും ഈ പ്രദേശവും ആകെ മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട